ചിത്രേ ഒരു ഇലക്ഷനൊക്കെ എത്തുന്ന സമയത്തേക്ക് നമ്മൾ കാണുന്നൊരു കാര്യമാണ് റീക്യാപ്പ് പോലെ വർഷങ്ങളോളം നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2025-26 സമയത്ത് ആ ഒരു വർഷത്തെ കാണുന്നതൊക്കെ പോലെ ഒരു 5 വർഷത്തെ പാക്കേജ് ഒക്കെ എന്ന രീതിയിൽ ഒരു നിയമസഭയൊക്കെ എത്തുന്ന സമയത്ത്, കാരണം 5 വർഷം കൂടുമ്പോഴാണ് നിയമസഭ വരുന്നത്. ആ സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ നമ്മൾ നോക്കി കാണുന്നൊരു കാര്യമാണ്. അതേപോലെ ഇപ്പോൾ ബഡ്ജറ്റ് അവതരണവും കഴിഞ്ഞു. ബഡ്ജറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഇലക്ഷനാണ്. അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്, എല്ലാവരും കാത്തിരുന്ന എന്താകും എന്ന് വിചാരിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടം കേസിൽ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. കാരണം കേസിൻ്റെ FIR ഒക്കെ നമ്മൾ വായിച്ച് പിടിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബ്രീഫായിട്ടൊരു FIR, അതേപോലെ തന്നെ വെൽ പ്ലാൻഡ് ആയിട്ട് അങ്ങനെ അങ്ങ് മാധ്യമങ്ങൾക്കൊന്നും അല്ല വിട്ടുകൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് ആക്ഷനൊക്കെ ആയിട്ടൊരു സാധനമായിരുന്നു. പെട്ടുപോകും, കുടുങ്ങും, ഇനി അവൻ പുറത്തിറങ്ങത്തില്ല, ഇങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ വളരെ സ്വീറ്റായിട്ടൊരു സ്മൈലോടെ കൂടെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് കൂടെ പോയ അതേ രാഹുൽ മാങ്കൂട്ടം അതേ ചിരിയോടെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പുച്ഛിച്ചുകൊണ്ടിങ്ങനെ വരികയാണ്. എന്താണ് ആ ഒരു പുറത്തിറങ്ങലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രീതിയോട് ചിത്രം എങ്ങനെ പ്രതികരിക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും വലുതായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉഭയസമ്മതത്തോടു കൂടിയുള്ള ഒരു ലൈംഗിക ബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ റേപ്പ് അത് ഇത് എന്നൊക്കെ വന്ന് പറയുമ്പോഴേക്കും എനിക്ക് പേഴ്സണലി അതിനോട് ഒരു വിയോജിപ്പുണ്ട്. ആ ഒരു കാര്യം തന്നെ ഇപ്പം ഞാൻ ഒരുപാട് പേരെടുത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് സംസാരിക്കുമ്പോഴത്തേനും അവരും ഒക്കെ സംസാരിക്കുന്നത് ഇത് തന്നെയാണ്. ചിലവർ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. ഞാനും പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ്, അങ്ങനെ ഒരു കുട്ടിക്കും വരാതിരിക്കട്ടെ എന്ന് തന്നെ നമ്മൾ പറയുള്ളൂ. പക്ഷെ ഈ അറിഞ്ഞുകൊണ്ട് കുഴിച്ചാടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു ഇതാണ്. കോർട്ടും ഏകദേശം ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കോടതിയിൽ ഈ റേപ്പ് ആണെങ്കിൽ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ FIR നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇയാൾക്ക് ജാമ്യം കിട്ടത്തില്ല, അല്ലെങ്കിൽ അതേപോലെയാണ് അല്ലെങ്കിൽ ഇത്ര ക്രൂരമായിട്ടാണോ അയാൾ പെരുമാറിയത്, അതേപോലെ തന്നെ നിത്യപരമായിട്ട് അല്ലെങ്കിൽ ഇതൊരു ഹാബിറ്ററി ഒഫൻസ് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇയാളുടെ കയ്യിൽ നഗ്ന വീഡിയോ ഉണ്ട്, നഗ്നപരമായി അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ പ്രൈവസി പുറത്തു പോകുന്ന രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടം സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. പോലീസ് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഓക്കെ, ആ ഒരു മൈൻഡ്, ആ ഫൂ KS എന്ന് പറഞ്ഞ സാധനം അവിടെയും ഉണ്ടായിരുന്നു. പുള്ളി പ്രതികരിക്കുന്നില്ല, പുള്ളി സഹകരിക്കുന്നില്ല, അങ്ങനെ കുറേ മാറ്റേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ കോടതി പറയുന്നത്, ഒരു റേപ്പ് ഉണ്ടായി അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്ലാറ്റ് എടുത്ത് ജീവിക്കാം എന്നുള്ള ആ ഒരു ടോക്കൊക്കെ വരുന്നത്. ഈ പറയുന്ന ചാറ്റ് അല്ലെങ്കിൽ അതുകൂടെ സംബന്ധിച്ചാണ് ഈ രീതിയിൽ ജാമ്യം കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിയിൽ എന്തൊക്കെയോ വൈരുദ്ധ്യങ്ങളുണ്ട്, ജാമ്യം കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വൈരുദ്ധ്യം, അല്ലെങ്കിൽ ഒരു ടോട്ടലി സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം സത്യസന്ധമല്ല എന്നൊരു തോന്നലാണ് കോടതിക്ക് രൂപപ്പെട്ടത്. അത് ചിലപ്പോൾ രാഹുലിൻ്റെ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ രാഹുലിൻ്റെ വക്കീലിൻ്റെ കഴിവ് തന്നെ ആയിരിക്കാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഈ കേസ് വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇങ്ങനെ കുറേ ലൂപ്പ് ഹോൾസ് ഇതിനകത്തുണ്ട്. ഇത് തെളിയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വാദിക്കാൻ പറ്റുന്ന നല്ലൊരു വക്കീൽ പോയി കോടതിയിൽ വാദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പുഷ്പം പോലെ ഇറങ്ങി വരും എന്നുള്ളത്. പക്ഷേ അതിൻ്റെ അകത്തിൽ തന്നെ പുള്ളിക്കാരനെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു രക്ഷപ്പെടലാണോ ഇത്? ഇനി പരാതികൾ വരാൻ ചാൻസ് ഉണ്ടാവില്ലേ? ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു രക്ഷപ്പെടലാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ആള് കുറ്റം ചെയ്തിട്ടുണ്ട്. അതായത് കുറ്റം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ ചിലപ്പോൾ എന്താ പറയാ, ഇന്നതാണ് എൻ്റെ ആവശ്യം, ഇതാണ്, അല്ലെങ്കിൽ കുട്ടീനെ ഉണ്ടാക്കണം എന്നൊക്കെ എനിക്കത് എപ്പോഴും പറയുമ്പോഴത്തേനും എനിക്ക് ചിരിയാ വരുന്നത്. കാരണം കുട്ടീനെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ ആ കുട്ടീനെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നടക്കുന്ന കുറേ പെൺകുട്ടികൾ, അത് കഴിഞ്ഞതിന് ശേഷം ഇത് റേപ്പാണെന്ന് പറയുകയും അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ എനിക്കിതിനകത്ത് മനസ്സിലാവാത്ത കാര്യം, എനിക്കതിനകത്ത് മനസ്സിലാകുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇയാൾ ആരോടൊപ്പമാണ്, ബേസിക്കലി രാഹുൽ മാങ്കൂട്ടം ഒരു കോഴിയാണ്. ഈ കോഴിത്തരം എല്ലാവരുടെ അടുത്തും കാണിക്കുന്നുമുണ്ട്. അപ്പൊ ഈ കാണിക്കുമ്പം ഇവർക്കൊക്കെ ഏകദേശം ഒരു ധാരണയുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് കോഴിത്തരം കാണിക്കുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ആദ്യമൊക്കെ മനസ്സിലാവില്ലേ? കോഴിത്തരം കാണിക്കുന്ന ആൾക്കാരെ അതായത് അവരുടെ ചാറ്റിങ്ങും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് ടോക്കിങ്ങും വേ ഓഫ് ടോക്കിങ്ങും ഒക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു ധാരണ. നമ്മൾ തന്നെ എത്ര പേരുടെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്,
ഓ ഇയാളൊരു കോഴിയാണെന്ന് തോന്നുന്നു എന്നെങ്കിലും നമ്മൾ സംസാരിക്കുമല്ലോ. അപ്പോൾ അത് എല്ലാ പെണ്ണുങ്ങൾക്കും അറിയുന്ന ഒരു കേസാണ്. നമുക്ക് ഏകദേശം ധാരണ, ഒരു ആൺകുട്ടീനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇതാക്കുമ്പോഴേക്കും എന്താ പറ്റണെന്ന് വെച്ചാൽ ആളൊരു സെലിബ്രിറ്റിയാണ്, എന്നാ പിന്നെ ഒന്ന് മുട്ടാം എന്നുള്ള രീതിയിലായിരിക്കാം ഇവരും വിചാരിച്ചിരിക്കുന്നത്. അവരുടെ അടുത്തൊന്ന് കമ്പനി ആവാം, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, അവർക്കത് കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണയെ തന്നെയാണ് ഈ പെൺകുട്ടികൾ നിന്നിരുന്നത്. അതിനുശേഷം ഈ കുട്ടീനെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്, ഇതിപ്പോ അവീരുണ്ടാക്കണ പോലെ രസം ഉണ്ടാക്കണ പോലെ ഒക്കെയാണ് അവര് കുട്ടീനെ ഉണ്ടാക്കുന്ന കാര്യം പറയുന്നത്. അതത്ര ഇത് ഞാൻ വിശ്വസിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ അത്രയും ഒരു എന്താ പറയാ ഒരു ഇതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്രയും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരാളെ, അല്ലെങ്കിൽ ഈ പറയുന്ന കേസസ് ഒക്കെ, ഈ കേസിൽ നമുക്കും അറിയാം ഇത്തരം ലൂ ഹോൾസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തില് നമുക്ക് പൂർണ്ണമായി, അല്ലെങ്കിൽ അയാളൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കാരണം അയാൾക്ക് ഒരേ സമയം ഒരുപാട് സ്ത്രീകളുമായി ഇതേ പ്രവൃത്തി തന്നെയാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരാളുടെ ഒരു അബദ്ധം പറ്റിയതല്ല. പൊതുവെ നമുക്ക് അയാൾക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. ചില ആൾക്കാർക്ക് ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ചില ആളുകൾക്ക് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളോടായിരിക്കും താല്പര്യമുള്ളത്. അതായത് അവർക്ക് ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തോ അങ്ങനെ ഒന്നും ആയിരിക്കില്ല. ചിലവരുടെ അടുത്ത്, ചിലർക്കാണെങ്കിൽ സിംഗിൾ പാരൻസിനെ മാത്രമായിട്ടായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ വേ അങ്ങനെയാണ്. അത് നമുക്ക് ചില ആൾക്കാർക്ക് നമ്മളിപ്പോൾ പറഞ്ഞ് കളിയാക്കാറില്ല, ആന്റി ലവേഴ്സ്. അപ്പോൾ അവർക്ക് അവരോട് മാത്രമാണ് താല്പര്യം കൂടുതൽ ഉണ്ടാവുക. അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാളുടെ വേ ഇങ്ങനെയാണ്. ഇയാൾ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്തിട്ട് ആളുകളോട് ഇങ്ങനെ പറയുക. അപ്പം കുറേ എണ്ണങ്ങൾ പറയും, അതിനെന്താ ഏട്ടായി, ഞാൻ ഉണ്ടാക്കി തരാം കുട്ടീനെ എന്ന് പറഞ്ഞതിന് ശേഷം, ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടീനെ, അതായത് ഇത് ഇയാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ആ പെൺകുട്ടിയും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസാണ്. ആ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്ര പാപമായിട്ടുള്ള കാര്യമാണ്. ഇത് അയാൾ പറഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു അമ്മയുടെ വയറ്റിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതും അത് ചുമക്കുന്ന അമ്മയാണ്. ഇല്ലാണ്ട് ഒരച്ഛൻ അങ്ങനെ ചെയ്യും, അച്ഛൻ ചെയ്യണം, പക്ഷെ എന്നാലും അതിനകത്ത് ഏറ്റവും കൂടുതൽ ആ കുട്ടിയോട് ആ ഒരു ആത്മബന്ധം പുലർത്തേണ്ടതും ആ ഒരു എൻ്റെ വയറ്റിലാണ്, എൻ്റെ കുട്ടിയാണ് എന്നുള്ളത് അവർക്കാണ് ആ ചിന്ത വേണ്ടത്. ഇല്ലാണ്ട് ഒരാൾ പറയാണ്, അയാളുടെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരാൾ ഉണ്ടാക്കിയ ആൾ പറയാണ് ഇതിനെ കൊല്ലണം എന്ന് പറയുമ്പം, ഒന്നല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിട്ട്, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കുറഞ്ഞ അങ്ങനത്തെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അതിനെ കൊല്ലുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മെഡിക്കലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അല്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തിൻ്റെ അവരുടെ സൗകര്യത്തിൻ്റെയും പ്രകാരം ഒരു കുട്ടീനെ കൊല്ലുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിനകത്ത് പൂർണ്ണ ഉത്തരവാദിത്തം ഇത് ഉണ്ടാക്കിയ 2 പേർക്കും ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ റേപ്പാണ്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇയാൾ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമേ ഇല്ല. പക്ഷേ ഈ കേസിന്റെ അപ്പുറത്തേക്കും പുള്ളി ഒരു MLA ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് MLA ആണ്. MLA ആണെങ്കിലും ഈ MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ മനുഷ്യന്മാരെ, ഇവർക്കൊക്കെ ഫീലിങ്സ് ഉണ്ട്. അതായത് സെലിബ്രിറ്റീസ് ആണെങ്കിലും അവർക്കും ഉണ്ട് ഫീലിങ്സ്. ഇതിനകത്ത് സെലിബ്രിറ്റീസിന്റെ ഇടയ്ക്ക് അവർ കുറ്റം ചെയ്യാൻ പാടില്ല, ഇവരിങ്ങനെ ചെയ്യാവുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇവരെയൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർ ആവുന്ന വ്യക്തിത്വങ്ങളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അവരങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഓക്കെയാണ്. പക്ഷെ ഫോൾട്ടുകൾ എല്ലാവർക്കും വരും, പക്ഷെ എല്ലാ മനുഷ്യർക്കും വരും എന്ന് പറയുന്ന ഒരു ടാഗിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ അനുഭവം ചെയ്തിട്ടുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. നമ്മൾ പാലിക്കേണ്ട കുറച്ച്, ഇപ്പൊ ആർമിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഡിസിപ്ലിൻസ് ഉണ്ട്. അത് ആർമി ഓഫീസേഴ്സ് ആണ്, ഞങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്കത് മാറ്റി വെക്കാൻ പറ്റത്തില്ല. ഇപ്പോ സോൾജേഴ്സ് ആണെങ്കിൽ അവർ പാലിക്കേണ്ട ഡിസിപ്ലിൻ ഉണ്ട്. അതേപോലെ തന്നെ ജനപ്രതിനിധികളാകുമ്പോൾ അവർ പാലിക്കേണ്ട ഡിസിപ്ലിൻ ഉണ്ട്. കാരണം അവരൊരു ഇപ്പൊ സ്ത്രീകളെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്നതോ പുരുഷന്മാരെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്നതോ കുട്ടികളെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന ആളല്ല. ഇയാൾ ഈ ഒരു കൂട്ടം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഏജ് കാറ്റഗറീസ് ഉള്ള ആൾക്കാർ അവരുടെ അടുത്തേക്ക് വരും. അതിനകത്തിൽ തന്നെ ഒരാളോട്, ഇപ്പോൾ ഒരു 18 കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ ചിലർക്ക് ഫാന്റസീസ് തോന്നും, ക്രഷ് തോന്നും.
ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് ഉണ്ട്, ലസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാനേജ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ഒരാളാണ് നല്ല ജനപ്രതിനിധി. അത് പറ്റുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനൊരു കോഴിയാണ്, എനിക്ക് സ്ത്രീകളെ കാണുമ്പോൾ ഇത്തരത്തിൽ ഫീലിങ്സ് അടക്കി പിടിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു ജനപ്രതിനിധി പൊസിഷനിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ മുൻപിലേക്ക് വരുന്ന ആൾക്കാരിൽ ഇയാൾക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് തോന്നി, ഇയാൾ മാനിപ്പുലേറ്റഡ് ആക്കി ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വിശ്വസിച്ച് അയാളെ ഒരു പൊസിഷനിൽ എത്താൻ പറ്റുന്നത്? അവിടെയാണ് രാഹുലിനോട് ഏറ്റവും കൂടുതൽ നമുക്ക് എതിർപ്പുള്ളതും. പിന്നീട് ഇപ്പോൾ അയാളുടെ രാഷ്ട്രീയ ജീവിതം നശിച്ചു പോയി എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഈ ഒരു പ്രവൃത്തി കൊണ്ടാണ്. ഇതിപ്പോൾ ഫാബ്രിക്കേറ്റഡ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ ഒരു പരാതിയിലേക്ക് എത്താനുള്ള ഫാബ്രിക്കേഷൻ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിലും ശരി, പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ജനപ്രതിനിധിയുടെ ആവശ്യമില്ല. ഇങ്ങനെ ഒരാളെ നമുക്ക് അങ്ങനെ വെക്കാനുള്ള ഒരു താല്പര്യമില്ല. അല്ലാതെ ഒരു ഹ്യൂമൻ എന്ന നിലയിൽ എനിക്ക് അയാളോട് തീരാത്ത വൈരാഗ്യവും പ്രശ്നങ്ങളോ, കാരണം ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ചിത്ര പറഞ്ഞ പോലെ ഉള്ളൊരു കാര്യമാണ്. ഈ പറയുന്ന ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇങ്ങനെ ബന്ധം പുലർത്തുക, അല്ലെങ്കിൽ അവരെ പല രീതിയിലായിരിക്കും, ചീറ്റിങ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ സെക്സിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത്. അതിനുശേഷം അവർക്കത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള ഒരു കാര്യം ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആളുടെ ആവശ്യം നമുക്ക് ശരിക്കും പറഞ്ഞ ഇല്ല. ഇതിന് നല്ല വേറെ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്, അവര് ആ ഒരു സ്ഥാനത്തേക്ക് വരണമെന്ന് തന്നെയാണ്. പക്ഷെ മനുഷ്യന്മാരാണ്, ഫോൾട്ടുകൾ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാണ്ട് അയാൾ അങ്ങനെ കാണിച്ചതിനോട് ഞാൻ അയാള് ജനപ്രതിനിധിയാണ്, എന്തും കാണിച്ചോട്ടെ കുഴപ്പമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അയാൾക്കും ഫോൾട്ടുകൾ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാതെ നമ്മുടെ ഒരു MLA ആണ്, അപ്പോ ഇങ്ങനെ ഒരു കാര്യം കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കുന്ന ഒരു MLA ആണ്, നമ്മുടെ MLA ആണ്. അപ്പോ ചിത്രയ്ക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പുള്ളി മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ചിത്രയുടെ മൈൻഡിലേക്ക് എന്തായിരിക്കും അത് വരുന്നത്? ഇയാൾക്ക് വേറെ പണിയില്ലേന്ന്, ഇയാൾ എന്തിനായിരിക്കും എനിക്ക് മെസ്സേജ് ചെയ്തത്, ഇനി അതിലാണോ മെസ്സേജ് ചെയ്തത്, ഇങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് തോന്നത്തില്ലേ? നമുക്ക് പൂർണ്ണമായി ഇപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, അത് എനിക്ക് ആ പ്രശ്നം അയാളോട് തുറന്നു പറയാൻ ഒരു മടി ഉണ്ടാവും. കാരണം ഞാൻ കണ്ടിട്ടുള്ള കേസിലൊക്കെ പുള്ളി ഈ സ്ത്രീകളുടെ പ്രശ്നം അറിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു അങ്ങനെ ചെയ്ത ഒരാളാണ്. പുള്ളി അത് മുതലെടുക്കാൻ, അതെനിക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ പോലും അങ്ങനെ മുതലെടുക്കാൻ സ്പേസ് ഞാൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിക്കും. എനിക്ക് ആ ജനപ്രതിയുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാവത്തില്ല. ഇപ്പൊ പാലക്കാട് ഒരു MLA ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ എറണാകുളത്തിരുന്ന് പറയാം കുഴപ്പമില്ല, അയാൾ നിന്ന് കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ളത്. പക്ഷെ നമ്മുടെ MLA ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ജയിപ്പിക്കരുത്, അങ്ങനെയുള്ള ആൾക്കാരെ ജയിപ്പിക്കരുത്. ഇങ്ങനെയുള്ള ആൾക്കാരെ ആവശ്യമില്ലാന്ന് തന്നെ പറയാനുള്ളൂ. ഇത് ഞാൻ ഈ ഒരു കാര്യം കഴിഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ജയിപ്പിക്കാൻ ഒരിക്കലും ഞാൻ വോട്ട് ചെയ്യാൻ പോണില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരെ ജയിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. രാഹുലിന്റെ പുള്ളി ഒരു നല്ല പൊളിറ്റിക്കൽ വ്യൂ ഉള്ള ഒരാളാണ്. ഈ പറയുന്ന പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വം ഉള്ള ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നല്ലൊരു പൊളിറ്റിക്കൽ വ്യൂ ഉള്ളതാണ്. കോൺഗ്രസിന്റെ തന്നെ ഒരു ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയ ആളാണ്. അങ്ങനെ ഒരു കോൺഗ്രസിലെ ഒരു നേതാവായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് ആ ഒരു പൊളിറ്റിക്സ് പഠിച്ചത് അങ്ങനെ ഒരു നല്ല നേതാവാണ്. എനിക്ക് തോന്നുന്നത് പലരും ഇയാളുടെ ഈ പറയുന്ന ഈ ഒരു ജീവിതം കണക്കിലെടുക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസിപ്ലിനറി എന്ന് പറയുന്ന ഒരു സാധനം നോക്കാതെയാണ് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നല്ലൊരു നേതാവാണ്, പിണറായി വിജയന് ഓപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യുവ നേതാവ്. എനിക്ക് തോന്നുന്നു പിണറായി വിജയനോടുള്ള ദേഷ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു സ്നേഹമായിട്ട് പലരും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് അവരുടെ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവരെന്തായാലും സപ്പോർട്ട് ചെയ്യും. അത് നമുക്കറിയാലോ. ഇപ്പം എക്സാമ്പിൾ ഞാൻ പാർട്ടിയിൽ തന്നെ എക്സാമ്പിൾ എടുക്കുന്നില്ല, ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയാം. മോഹൻലാൽ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം നല്ലൊരു നടനാണ്. അദ്ദേഹം ചെയ്യുന്ന പടങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹിറ്റുകളാണ്. എനിക്കൊക്കെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ എന്താ പറയാ, ഇതിന്റെ ഇടയിൽ ചെയ്തിട്ടുള്ള കുറച്ച് ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പം ഓഫ് കോഴ്സ് വേറെ മമ്മൂട്ടി ഫാനൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴേക്കും പറയും, ഇതൊക്കെ എന്ത് പടങ്ങളാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ലാലേട്ടനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുമ്പം ഞാൻ അത് ഇതാക്കി കൊടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറയുന്നത്, ആള് ഇത്രയും നല്ല പടങ്ങൾ വേറെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഈ പടങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം അങ്ങനെ ചെയ്തു എന്ന് വെച്ച് അദ്ദേഹം അങ്ങനെയുള്ള ഒരാളാണോ? നേരത്തെ ഇത്രയും പടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, എന്തൊരു അഭിനയമാണ്, ആൾക്ക് ഇത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി കഴിയുമ്പോൾ എന്താ, ഇപ്പൊ ചെയ്ത കുറച്ച് ഫോൾട്ട് നമുക്കറിയാം, അത് ആ ഫോൾട്ടാണ്, അദ്ദേഹത്തിന് പറ്റിയ കുറച്ച് തെറ്റുകളാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമ്മൾ ജയിച്ച് നിൽക്കണമല്ലോ. ലാലേട്ടനെ അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ
അതൊക്കെ കവറപ്പ് ചെയ്തിട്ട് നേരത്തെ കുറെ ഉണ്ടായ നല്ല കാര്യങ്ങൾ കൊണ്ടിട്ട് നമ്മൾ കവറപ്പ് ചെയ്യാണ്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ എൻ്റെ പാർട്ടി, ഇപ്പം ഈ ഒരു പാർട്ടിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിനെ ചൊല്ലിയിട്ട് അവരുടെ ആ ഒരു നേതാവിനെ അവരെ വിട്ടുകൊടുക്കാതിരിക്കുന്നതാണ് ആ കാണുന്നത്. അത് ആ പാർട്ടിയോടുള്ള സ്നേഹമാണ്. എനിക്ക് തോന്നുന്നില്ല അത് ഈ രാഹുലിനോടുള്ള സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ആ പാർട്ടിയോടുള്ള സ്നേഹമാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.